ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു നോമ്പ് കഞ്ഞി അതായത് ഇഫ്താർ കഞ്ഞി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഒരു ശ്രമമാണ് നമ്മൾ നടത്തി വെക്കുകയാണ്. നമുക്കതിന് വേണ്ടി അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ പുറത്ത് തന്നെ ഇന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഏകദേശം പിടിച്ച് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിലാണെന്ന് വയ്ക്കുന്നത്. ആദ്യം അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. വെള്ളം തിളക്കട്ടെ. നമുക്ക് ഇനി അരി കഴുകിയെടുക്കാം. സാധാരണ പൊടിയരിയാണ്, അതായത് ഞുറുക്കരിയാണ് ഇതിന് കിട്ടുന്നത്. നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല. ഇപ്പം നാടൻ പച്ചരി ആണ് കിട്ടിയിട്ടുള്ളത്. നുറുക്കും വലുതും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നമുക്കിതിനൊരു കുറച്ച് ഉലുവ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിടി ഉലുവ കൂടെ ചേർത്ത് നമുക്കിതിന് നല്ലതുപോലെ അരി നല്ലതുപോലെ കഴുകിയെടുക്കാം. ഒരു 3 വെള്ളമൊക്കെ കഴുകിയെടുക്കാം. ഇപ്പോൾ എല്ലാ വർഷവും നമുക്കിവിടെ തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾ പോയി 1-2 ദിവസമൊക്കെ കഞ്ഞി വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ വർഷം അതിനൊന്നും ലോക്ക്ഡൗൺ ആയിട്ടെങ്കിലും പോകാനും ഒന്നും നിവർത്തിയില്ല. അപ്പോൾ നമ്മൾ തന്നെ അതൊന്ന് തയ്യാറാക്കി നോക്കാം. റെസിപ്പി നമ്മുടേതാണ്. മറ്റ് കുടിച്ച സ്വാദ് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി കഴുകി വെച്ചിരുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചരി ടൈപ്പ് ആയതുകൊണ്ട് ഇതിന് വളരെ വേവ് കുറവായിരിക്കും. പിന്നെ നമ്മൾ അല്ലാതെ നുറുക്ക് പച്ചരി പുഴുങ്ങൽ ടൈപ്പ് ആണെങ്കിൽ അതിന് ഒരുപാട് സമയം വേവ് കൂടുതലായിട്ട് കാണും. അപ്പോൾ പല രീതിയിലായിരിക്കണം പല സ്ഥലങ്ങളിലും വയ്ക്കുന്നതുകൊണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പള്ളിയിൽ നിന്ന് കുടിക്കുന്നതും അതുപോലെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്നതും ഒക്കെ തമ്മിൽ ടേസ്റ്റുകളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവകളുടെ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി കൂടെ അതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഉപ്പ് കൂടെ നമ്മൾ ചേർത്താണ് വേവിക്കുന്നത്. അപ്പോൾ പല രീതിയിലായിരിക്കും പലരും വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇതുപോലെ അല്ലാന്ന് തോന്നുന്ന ഇത് ഞങ്ങളുടെ രീതി. ഞങ്ങളിങ്ങനെ വെച്ച് നോക്കുകയാണ്. നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. അരി വേവുന്നത്. പിന്നെ നമുക്കിതിന് ആവശ്യം 1 കപ്പ് തേങ്ങയാണ്. ആ തേങ്ങ നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അതിൽ കുറച്ച് ജീരകവും കൂടെ നല്ല ജീരകവും കൂടെ നമുക്ക് ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ തേങ്ങ പാൽ മാത്രം എടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരി ഏകദേശം വെന്തിട്ടുണ്ട്. പച്ചനെല്ലിൻ്റെ അരി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ അരച്ച് വെച്ചിരുന്ന തേങ്ങയും ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ അരഞ്ഞ തേങ്ങയാണ്, അതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കുന്ന പോലെ തന്നെയാണ്. തരികളൊന്നും കാണത്തില്ല. നമുക്കതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി നമ്മളിവിടെ 1 സ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പോൾ കൂടുതൽ എരിവ് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഒരല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗരം മസാലയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് 1/2 സ്പൂണോളം ഗരം മസാല ചേർക്കാം. നമ്മളിതിൽ പെരുംജീരകവും ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. അതിൽ സാധാരണ പട്ട, പെരുംജീരകം അങ്ങനെയൊക്കെ ചേർക്കുകയാണ്. നമ്മൾ പൊടിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വറുത്തെടുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല, നൈസിന് അരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട സമയത്ത് തന്നെ കഞ്ഞിയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും ഇതൊക്കെ വറുത്തെടുക്കാം. നമ്മളിത് വറുത്തെടുക്കാൻ ഉപയോഗിക്കുന്നത് നെയ്യാണ്. നെയ്യുടെ ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഏകദേശം നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും ചേർക്കാം.
പിന്നെ ഒരല്പം നാടൻ കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കഞ്ഞിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഏകദേശമായി. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഞ്ഞിയിലേക്ക് ചേർക്കുന്നതോടുകൂടി തന്നെ കഞ്ഞിയുടെ പണി ഏകദേശം കഴിയുകയാണ്. നമുക്കിനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നോമ്പ് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മുൻപൊക്കെ കുടിച്ചിട്ടുള്ള സ്വാദ് വെച്ചിട്ട് നമ്മുടെ റെസിപ്പിയിൽ ഉണ്ടാക്കിയതാണ്. അതിലെന്തെല്ലാം മാറ്റങ്ങൾ ചെയ്താണ് പലയിടങ്ങളിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് ചെയ്യാം. നമുക്കും അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നമ്മുടെ നോമ്പ് കഞ്ഞി ഇനി ടേസ്റ്റ് നോക്കുന്ന ഭാഗമാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളം തന്നെ വന്നിട്ടുണ്ട്. അതിൽ രണ്ടുപേരും കുറേ സമയം കൊണ്ട് കറങ്ങി നടക്കുകയായിരുന്നു കഞ്ഞി കുടിക്കാനായിട്ട്. ഇപ്പോഴാണ് തണുത്തത്. അപ്പോൾ കഞ്ഞി രണ്ടുപേരും ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് കഞ്ഞി? ഇഷ്ടപ്പെട്ടാ? നോമ്പ് കഞ്ഞി പൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുവരെയും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, ബൈ ബൈ.